എല്ലാവർക്കും ഞങ്ങൾ കുടുംബസമേതം ഒരു നല്ല ക്രിസ്മസ് ആഘോഷിക്കുന്നു. വളരെ നന്നായിരിക്കുന്നു അല്ലേ? നമ്മൾ മറ്റുള്ളവരെ ആശംസിക്കുമ്പോൾ ഈ ക്രിസ്മസ് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പറയും. നിങ്ങൾ എങ്ങനെയാണ് പരസ്പരം ആശംസിക്കുക എന്നറിയണം. അതേ ആശംസകൾ എല്ലാവർക്കും പൊരുത്തമായിരിക്കുമെന്ന് കരുതുന്നു. അതിനാൽ ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ആശംസകൾ പറയുക എന്ന്? എപ്പോഴും നിറഞ്ഞ സ്നേഹമുണ്ടാവണം. എങ്കിലേ ഭാര്യയ്ക്ക് സമാധാനം ഉണ്ടാകൂ. നീ എങ്ങനെ ആശംസിക്കും ശില്പ? ലേഡീസ് ഫസ്റ്റ്. സാമിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റണമെന്ന് ഞാൻ ആശംസിക്കുന്നു. പുരുഷന്മാർ ചിലപ്പോൾ ആഗ്രഹങ്ങൾ പറയാറില്ല, എല്ലാം മനസ്സിൽ സൂക്ഷിക്കും. ദൈവത്തിനെ അറിയൂ, ഈ ക്രിസ്മസ് ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കട്ടെ. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെല്ലാം സഫലമാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇവളെ സംബന്ധിച്ചുള്ളതാണ്. അതായത് ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, കാഴ്ചക്ക് മനോഹരമായ ബാഗ് കൊണ്ടു നടക്കണം. ഇവൾക്ക് എല്ലാ നല്ല സാധനങ്ങളും കിട്ടും. എനിക്ക് എപ്പോഴും നല്ലത് കിട്ടും. ഓക്കേ, സ്റ്റെല്ല. സമാധാനവും സമ്മർദ്ദവും ഇല്ലാത്തതുമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഭാരങ്ങളില്ലാത്ത സമാധാനം മാത്രമുള്ള ശാന്തമായ പീസ്ഫുൾ ക്രിസ്മസ്. ചിക്കൻ പീസ് എന്നാണോ പറഞ്ഞത്? അതാണ് എനിക്കിഷ്ടം. ബിരിയാണിയിൽ നിറയെ കഷ്ണങ്ങൾ കിട്ടണം. എല്ലാ ഭാര്യമാരും പറയുന്നു സമാധാനം ഉണ്ടാവട്ടെ എന്ന്. ഞങ്ങൾ കെയർഫുൾ ആയിരിക്കണമെന്ന്. ഡാനി? സോ ഞാൻ ആഗ്രഹിക്കുന്നത് സ്റ്റെല്ല ഗുലാബ് ജാമുൻ നന്നായി ഉണ്ടാക്കാൻ പഠിക്കണമെന്നാണ്. എന്റെ അമ്മായിയമ്മയെ പോലെ എല്ലാ ആഴ്ചയും. നീ ഗുലാബ് ജാമുൻ നന്നായിട്ട് ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ അതിനായി വീട്ടിലേക്ക് വരില്ലല്ലോ. അത് ശരിയാണ്. ഡാനി അമ്മായിയമ്മ ഉണ്ടാക്കുന്ന ഗുലാബ് ജാമുന് വേണ്ടിയാണ് വരുന്നത്. വന്ന ഉടനെ ഡാനി ഗുലാബ് ജാമുൻ ചോദിക്കും. പണ്ട് മകനാണ് ചോദിക്കാറ്, ഇപ്പോ മരുമകൻ ചോദിക്കുന്നു. ഇപ്പൊ ഞാനത് കൈമാറി. വീട്ടിൽ ചെന്നാൽ ഉടനെ ഞാൻ ആദ്യം ഡൈനിങ് ടേബിളിൽ ഗുലാബ് ജാമുൻ ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് പ്ലേറ്റ് നിറച്ചും ഗുലാബ് ജാമുൻ എടുക്കും. നിനക്ക് ഗുലാബ് ജാമുൻ നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും സകല നന്മകളും നേരുന്നു. യെസ്. അപ്പോ നാം കൂടുതൽ ബെറ്റർ ആവും. നമ്മൾ എപ്പോഴും പറയും ഇതാണ് എന്റെ ബെറ്റർ ഹാഫ് എന്ന്. ആദ്യം ബെറ്റർ ഹാഫ് സംസാരിച്ച ശേഷം ബെസ്റ്റ് ഹാഫ് സംസാരിക്കാൻ തുടങ്ങും. സോ ക്രിസ്മസ് ആഘോഷിക്കുക എന്നാൽ എന്തൊരു സന്തോഷമാണ്. അതിന് കാരണം യേശുവാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്മസിലും ഞങ്ങൾ യേശുവിനെ ആശംസിക്കുന്നു. യേശു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ക്രിസ്മസിൽ മാത്രമല്ല, നമ്മുടെ ജീവിതം എത്ര സന്തോഷകരമായിരിക്കും. കഴിഞ്ഞ വർഷം വളരെ നന്നായിരുന്നു, കാരണം യേശു കൂടെ ഉണ്ടായിരുന്നു. യേശു എന്നേക്കും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്ന് മമ്മിക്ക് നമ്മുടെ കൂടെ വരാനായില്ലെങ്കിലും, കാരണം ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാൻ മണിക്കൂറുകളോളം വേണം. നിങ്ങൾ കാണുന്നത് അരമണിക്കൂറായിരിക്കും, പക്ഷേ അതിന് മണിക്കൂറുകൾ എടുക്കും. അത്രയും നേരം മമ്മിക്ക് ബുദ്ധിമുട്ടായിരിക്കും. മമ്മി നിങ്ങൾക്ക് ക്രിസ്മസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിപ്പോൾ നിങ്ങളെ കാണിക്കാം. മമ്മി ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ദൈവത്തിൻ്റെ മക്കൾക്കെല്ലാവർക്കും ഞാൻ ക്രിസ്മസ് ആശംസിക്കുന്നു. ബൈബിളിൽ യോഹന്നാൻ 3:16 വളരെ മനോഹരമായ ഒരു വചനമുണ്ട്. ഇതെല്ലാവർക്കും അറിയാം. അതിങ്ങനെയാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം വായിച്ചാൽ ശൗൽ പൗലോസായത് കാണാം. ശൗൽ മഹാക്രൂരനായിരുന്നു. പക്ഷെ ദൈവം അവന്റെ ഹൃദയത്തെ തൊട്ടു. അവനെ ശൗലേ എന്ന് വിളിച്ചു. നീ എത്ര കാലം എന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും? ഉടനെ ശൗൽ പറഞ്ഞു, കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? സുഹൃത്തുക്കളെ, ഈ ക്രിസ്മസ് കാലത്ത് നമുക്കും കുരിശിങ്കലേക്ക് നോക്കാം. യേശു ക്രിസ്തു ജീവൻ ത്യാഗം ചെയ്ത കുരിശ് നിറഞ്ഞ സ്നേഹത്തോടെ കഷ്ടമനുഭവിച്ചു, നിങ്ങൾക്കും എനിക്കും വേണ്ടി. ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും വേദന അനുഭവിച്ചു, നിങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ സ്നേഹം പ്രദർശിപ്പിക്കാൻ.
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശു കുരിശിൽ തന്റെ ജീവൻ ത്യാഗം ചെയ്തു. ഇത് ഗലാത്യർ 2:20 വിശുദ്ധ പൗലോസ് എഴുതുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടുവോ? ഇപ്പോഴും നിങ്ങൾക്ക് പാപ സ്വഭാവങ്ങളുണ്ടോ? പാപശീലങ്ങളുണ്ടോ? പാപചിന്തകളുണ്ടോ? ഇപ്പോൾ തന്നെ ഈ ക്രിസ്മസ് കാലത്ത്, ഈ ക്രിസ്മസിന് നമ്മെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ട് ദൈവത്തിങ്കലേക്ക് നോക്കാം, കുരിശിങ്കലേക്ക് നോക്കാം. തന്റെ നിറഞ്ഞു കവിഞ്ഞ സ്നേഹം കാരണം, യേശു കുരിശിൽ തന്റെ സ്നേഹം കാരണം നമുക്കായി ജീവൻ ത്യാഗം ചെയ്തു. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് മകനെ, മകളെ, യുവജനങ്ങളെ. കർത്താവിങ്കിലേക്ക് വരൂ, കർത്താവിങ്കിലേക്ക് വരൂ, കുരിശിലേക്ക് നോക്കൂ. ശൗൽ പൗലായി ദൈവത്തിന്റെ ദാസനായി മാറി. നിങ്ങൾക്കും ദൈവദാസനാകാനാകും. ഇപ്പോൾ തന്നെ ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കൂ. ഈ ക്രിസ്മസ് കാലത്ത് അതാണ് ക്രിസ്മസ്. യേശു നമ്മുടെ ഹൃദയത്തിൽ കടക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കണം. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തെ മാറ്റണം, നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റണം. ഞാനും 16 വയസ്സ് വരെ ലൗകിക കാര്യങ്ങൾക്കായി വാഞ്ചിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം ദൈവം എന്നെ തൊട്ടു. യേശു കുരിശിൽ മരിച്ച ആ ദൃശ്യം ഞാൻ കണ്ടു. അപ്പോൾ യേശു എന്തുമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. അന്ന് എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. അന്ന് 16 വയസ്സ് മുതൽ ഇന്ന് 86 വയസ്സ് വരെ ഈ 70 വർഷക്കാലം മുഴുവനും ദൈവം തന്റെ സ്നേഹം എന്നിൽ വർഷിപ്പിക്കുന്നു. നിങ്ങൾക്കും സന്തോഷിക്കാനാവും. നിങ്ങൾക്കും ഈ ക്രിസ്മസ് കാലത്ത് ആ സ്നേഹം നേടാനാകും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കുടുംബമായും ഈ ക്രിസ്മസിന്റെ സ്നേഹം ആസ്വദിക്കാനായി ദൈവം ഒരു കുടുംബത്തെ തന്നിരിക്കുന്നു. നിങ്ങൾക്കും ആ സ്നേഹം ആസ്വദിക്കാം. ഞാനിപ്പോൾ ചുരുക്കമായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ ജനങ്ങളുടെ ഹൃദയങ്ങളെ തൊടയണമേ. അങ്ങയിൽ നിന്ന് അകന്നിരിക്കുന്നവരെ ഹല്ലേലൂയ ഇപ്പോൾ തന്നെ തൊടയണമേ കർത്താവേ. അങ്ങയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും, അങ്ങയെ പിന്തുടരാത്ത എല്ലാവരുടെയും ഹൃദയങ്ങളെ തൊടയണമേ ദൈവമേ. അങ്ങവരെ മാറ്റണമേ. യേശുക്രിസ്തുവിന്റെ രക്തം അവരെ ശുദ്ധീകരിക്കട്ടെ. ഈ ക്രിസ്മസ് ആഹ്ലാദത്തിന്റെ ക്രിസ്മസ് ആകട്ടെ. ആഘോഷകരമായ ക്രിസ്മസ്, യഥാർത്ഥ ക്രിസ്മസ്. കുടുംബത്തിലെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബത്തിനെയും കടാക്ഷിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും അങ്ങയുടെ മഹത്വം ആസ്വദിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സത്യമാണ്, യേശു വന്നാൽ എല്ലാം മാറുന്നതാണ്. എല്ലാരും മാറും. നാം യേശുവിനെ പോലെയാകും. അതാണ് നിങ്ങളോടെല്ലാവരോടും ഞങ്ങൾ അപേക്ഷിക്കുന്നത്. യേശുവിനെ പോലെയാകൂ. യേശു നിങ്ങളുടെ ഉള്ളിൽ കടക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കണം. വാവ്! ഞാനൊരു മനോഹരമായ വാക്യം വായിച്ചു. യെശയ്യാവ് 7:10 യഹോവ പറഞ്ഞു, ഒരു അടയാളമായി എന്താണ് ആ അടയാളം? അടയാളം ഇതാണ്: ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഒരു കന്യക ഗർഭം ധരിക്കുന്നത് അസാധ്യമാണ്. ദൈവം എപ്പോഴും പറയുന്നു, അസാധ്യമായതെല്ലാം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ സാധ്യമാക്കും. സാധ്യമായതിനെ ഞാൻ സമൃദ്ധമാക്കി തരും. അത് ക്രിസ്മസ് സമയത്ത് സാധ്യമായി. അസാധ്യമായതൊന്ന് ഒരു കന്യകയാൽ ഗർഭം ധരിച്ചു. എന്നിട്ട് യേശുക്രിസ്തു പിറന്നു. അതെ, ദൈവം തന്നെ പിറന്നു. അതായത് ദൈവം തന്നെ യേശുവായി പിറന്നു നമുക്ക് വേണ്ടി. സോ ദൈവം രണ്ടാം കിടയിലുള്ള ദൈവമല്ല, അവൻ ദൈവമാണ്. പലരും പറയും അവൻ മകനാണെന്ന്. കാരണം യേശു തന്നെ ദൈവപുത്രനാണെന്ന് മനുഷ്യപുത്രനാണെന്നും പറഞ്ഞു. അത് മനുഷ്യർക്ക് മനസ്സിലാക്കുവാനാണ്. പക്ഷെ ദൈവമാണ് വന്നത്. യേശു ജനിച്ചപ്പോൾ അനേകം അടയാളങ്ങളുണ്ടായി. ഏതെങ്കിലും ഒരു അടയാളം പറയാമോ? നക്ഷത്രം എനിക്കിഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ആദ്യം പറയാനിരുന്നത്. ഒരു നക്ഷത്രം ദിശയുടെ അടയാളമാണ്. പലപ്പോഴും ലോകത്തിൽ നമുക്ക് ഡയറക്ഷൻ ഉണ്ടാവില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. പക്ഷെ ദൈവം ലോകത്തിലേക്ക് വന്നത് ജീവിതത്തിൽ ദിശ നൽകാനായിട്ടാണ്. എല്ലാവരും മാർഗമറിയണം. നാം ഈ ലോകത്ത് ജനിച്ചതിന്റെ ഉദ്ദേശം അതാണ്. ആൻഡ് ആ ഉദ്ദേശം പൂർത്തിയാക്കുന്നത് യേശു നമ്മിൽ പ്രവേശിച്ച് നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും ജനിക്കുമ്പോഴാണ്. യേശു നക്ഷത്രമായി നമുക്ക് ദിശ കാട്ടാൻ വേറെന്തെങ്കിലും അടയാളം? ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൂതൻ സന്ദേശം കൊണ്ടുവന്നു. മറിയയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിക്കും,
ദൂതൻ യോസേഫിനും സന്ദേശം നൽകി, നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കരുത്, അവളെ ചേർത്തുകൊള്ളുക, കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് സാക്ഷാൽ ദൈവത്തെയാണ്. സോ വീണ്ടും മാലാഖ വന്ന്, യോസേഫെ, നീ ഉടനെ തന്നെ മിസ്രൈലിലേക്ക് പോകണം, നിന്റെ ഭാര്യയെ സംരക്ഷിക്ക്, കുഞ്ഞിനെ സംരക്ഷിക്ക്, കുടുംബത്തെ സംരക്ഷിക്ക്. ദൈവം ഒരു അടയാളമായി മാലാഖയെ അയക്കുന്നു, നമ്മെ വഴി നടത്താൻ, ദിശ കാണിച്ചു തരാൻ, ശരിയായ തീരുമാനമെടുക്കാൻ. ദൈവഹിത പ്രകാരം ദൂതന്മാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷരായി. അപ്പോൾ പ്രകാശമുണ്ടായി. ഇരുട്ടിനകത്ത് യേശു പിറന്നപ്പോൾ ഇരുട്ടിൽ ഇരുന്നവർ വലിയൊരു വെളിച്ചം കണ്ടു. ഈ ലോകം ഇരുട്ടിലായിരിക്കുന്നു, പക്ഷേ ദൈവം യേശുവിലൂടെ തന്റെ പ്രകാശം ലോകത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. യേശു കാരണം ലോകത്തിൽ പ്രകാശമാണ്. യേശു പ്രകാശത്തെ കൊണ്ടുവന്നു. ഈ ക്രിസ്മസിൽ നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ ഇരുട്ടും അകന്നു പോകും. കാരണം ലോകത്തിന്റെ പ്രകാശമായ യേശു നിങ്ങളിലേക്ക് കടന്നാൽ നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കും. വേറെ എന്തെങ്കിലും അടയാളമുണ്ടോ ഇവാഞ്ചലിൻ? യേശു വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവാണ് അടയാളം. നന്നായിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഭാര്യ പ്രവചിക്കുകയാണ്. എന്റെ മനസ്സിലുള്ളത് അവൾ അറിഞ്ഞു. എനിക്ക് ഓയിൽ വേണ്ടപ്പോ ഇവൾ ഉറപ്പായും ഓയിൽ കൊണ്ടുവരും. ഓയിൽമെന്റ് വേണ്ടപ്പോൾ അത് കൊണ്ടുവരും. പക്ഷെ 7up വേണ്ടപ്പോൾ അവൾ കൊണ്ടുവന്ന് തരില്ല. ഇവള് പറയും, ഇല്ല, തൂക്കം കൂടുവെന്ന്. അങ്കിളിന് ഞാൻ കൊണ്ടുവന്ന് തരാമല്ലോ. നീ എനിക്ക് സ്പ്രൈറ്റ് 0 തരും. 7up 0. വാവ്, യേശു തന്നെയാണ് നമ്മുടെ അടയാളം. ഒരു കുഞ്ഞ് ജനിക്കും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാക്കും. അതിനാൽ യേശു നമ്മിലേക്ക് കടക്കുമ്പോൾ നമുക്കില്ലാത്തത് താനേ ഉണ്ടാവും. കാരണം നമ്മുടെ പാപങ്ങൾക്കായി കഷ്ടമനുഭവിച്ച എല്ലാ വിലയും നൽകി യേശു ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അത്ഭുതകരം അല്ലേ? താങ്ക് ഗോഡ്. ശരി, അടുത്തത് ആരാണ് പറയാൻ പോകുന്നത്? ഡാഡിയോട് ഞാൻ യോജിക്കുന്നു. യേശുവിൻ്റെ വെളിച്ചം നമ്മിൽ പ്രകാശിക്കാൻ നാം ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് നാം അനേകം വിധത്തിലുള്ള അന്ധകാരങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അനേകം ദാരിദ്ര്യം, അതുപോലെ ജനങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. ഒരുപാട് മ്ലേച്ഛതകൾ, ജനങ്ങൾക്കെതിരായ ഒരുപാട് കലാപങ്ങൾ. പ്രത്യാശയ്ക്കായി എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. പ്രകാശത്തിനായി എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. അതുപോലെ ജീവിതത്തിൽ പല ഇല്ലായ്മകൾ, കൂടാതെ ആത്മീയതയിൽ അന്ധകാരത്തിൻ്റെ അടിച്ചമർത്തലുകളും ഉണ്ട്. പല വഴികളിലൂടെയും പൈശാചിക ശക്തികൾ ധാരാളമുണ്ട്. പൈശാചിക ശക്തികൾ ജനങ്ങളെ അടിച്ചമർത്തുന്നു. ജനങ്ങൾ പലതരം കുറ്റങ്ങൾ ചെയ്യുന്നുണ്ടെന്നറിയാം. അവർക്കായി പ്രാർത്ഥിക്കണം. മന്ത്രവാദത്തിന്റെ ശക്തി എന്നെ അടിച്ചമർത്തുന്നത് ഞാൻ അറിയുന്നുണ്ട്, പക്ഷെ എങ്ങോട്ട് പോകണമെന്നറിയില്ല. അതെന്റെ ഭാര്യയെ ബാധിക്കുന്നു, അതെന്റെ മക്കളെ ബാധിക്കുന്നു. ബിസിനസ്സിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതെനിക്ക് ശാപമാണ്, അതെന്റെ ശാപമാണ് എന്ന് പലരും പറയുന്നു. അതുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ചാൽ ജനങ്ങൾ യേശുവിന്റെ പ്രകാശം തങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കാണും. ഇരുട്ടിൽ കഴിയുന്നവർ പ്രകാശം കാണും. ഡാഡി നേരത്തെ പറഞ്ഞതുപോലെ, പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല. ദൈവം നമ്മിൽ പ്രകാശം വിതറും, കൂടാതെ നമ്മിലൂടെയും പ്രകാശിക്കും. ഈ ലോകത്തിലെ ജനങ്ങൾക്ക് വെളിച്ചം പകരാൻ നമുക്കെല്ലാവർക്കും യേശുവിനെ വേണം. കാരണം യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രക്ഷ കൊണ്ടുവരും, സന്തോഷം കൊണ്ടുവരും. സോ ഈ ക്രിസ്മസ് മുതൽ എല്ലാവർക്കും അത് വേണം, എല്ലാ കുടുംബങ്ങൾക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുടുംബമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാക്ഷികളായി പറയാം, അതെ, കുടുംബമായി യേശുവിനോടൊത്തുള്ള ജീവിതം അതിമനോഹരമാണെന്ന് പറയാം. എന്നാൽ ഒരു കാര്യം ഞാൻ വളരെ പ്രത്യേകമായി പറയുന്നു. യേശു കുടുംബത്തിൽ നമുക്കൊരു കൂട്ടായ്മയുണ്ടാക്കുന്നു. അത് ഏത് കുടുംബമായാലും ആ കുടുംബാംഗങ്ങളെ മുഴുവനും യേശു ഒരുമിച്ച് ചേർക്കുന്നു. നമ്മുടെ ഒരു പ്രശ്നം, നാം പലതരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. അത് സന്തോഷമുണ്ടാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കുമെന്ന് പറയും. എൻ്റെ ഭർത്താവ് കുറേ പച്ചക്കറികൾ വാങ്ങിത്തന്നാൽ, അഥവാ നല്ല ഫ്രഷ് മീൻ വാങ്ങിത്തന്നാൽ എൻ്റെ വീട്ടിൽ സന്തോഷമുണ്ടാവും. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ ഭർത്താവ് നല്ല സാരി വാങ്ങിയാൽ ഭാര്യ വളരെ സന്തോഷിക്കും. ഭർത്താവ് പറയും, ഒരു കാർ വാങ്ങാൻ സാധിച്ചാൽ, അഥവാ എൻ്റെ ബിസിനസ് നന്നായി നടന്നാൽ, അതുപോലെ ബിസിനസ്സിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായാൽ, എനിക്കൊരു പ്രമോഷൻ കിട്ടിയാൽ എൻ്റെ ജീവിതം സഫലമാകും. പക്ഷേ
ഇത്തരം കാര്യങ്ങളെ നാം ആശ്രയിക്കുമ്പോൾ അഥവാ പ്രതീക്ഷിക്കുമ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ആരംഭിക്കും. യേശു മാർത്തയോട് പറഞ്ഞു, മാർത്ത, ലൗകിക കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. എന്താണ് ഉണ്ടാക്കേണ്ടത്, വീട് എങ്ങനെയാണ് അലങ്കരിക്കുക, എങ്ങനെയാണ് വീട് വൃത്തിയാക്കുക, അവയെല്ലാം രണ്ടാമത്തേതാണ്. പകരം മറിയെപ്പോലെ ആവണം. അവൾ ഉയർന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഇതന്നെ എഫേസ്യർ 4:3 ഓർമ്മിപ്പിക്കുന്നു. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അതിനാൽ ഇന്ന് നാം ഉയർന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. യേശുവിങ്കിലേക്ക് നോക്കി അവനിൽ നിന്നും ഉയർന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. നാം ഉയർന്ന കാര്യങ്ങൾക്കായി ആഗ്രഹിക്കുമ്പോൾ, അതായത് കുടുംബാംഗങ്ങൾ എല്ലാവരും, കുട്ടികളടക്കം, ഭർത്താവും ഭാര്യയും എല്ലാവരും ഉയർന്ന കാര്യങ്ങൾക്കായി ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് അങ്ങയുടെ ആത്മീയത വേണം, അതുപോലെ അങ്ങയുടെ സന്തോഷം എനിക്കുണ്ടായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. എന്നിട്ട് പറയൂ, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങേക്കറിയാം. അവങ്കൽ ഏൽപ്പിച്ച് അങ്ങിത് ഏറ്റെടുക്കണം, എനിക്ക് വേണ്ടി നൽകണം. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം അവനിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകാൻ ആരംഭിക്കും. പിന്നെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനായി ആഗ്രഹിക്കണം. യേശു അത്തരം ആഗ്രഹങ്ങളിൽ നമ്മെ സംഘടിപ്പിക്കുന്നു. ആത്മീയ കൂട്ടായ്മ. ഞാനൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ദയവ് ചെയ്ത് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഞാൻ അവിടെ ചെന്നു. അവർ പ്രശ്നങ്ങളുടെ വലിയ ലിസ്റ്റ് തരുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയെന്ന് ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, യേശു ഞങ്ങളുടെ വീട്ടിൽ നടക്കാനായി പ്രാർത്ഥിക്കണം. എങ്ങനെയുള്ള ആഗ്രഹമാണത്? ഉയർന്ന ആഗ്രഹം, ഉയർന്ന താല്പര്യം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ എല്ലാം നിറച്ചു. ഞങ്ങൾക്ക് ആ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചു. കാരണം അവർ യേശുവിനേക്കാൾ അധികമായി മറ്റൊന്നും ചോദിച്ചില്ല. ഞാൻ അവിടെ നിന്നും വന്ന ശേഷം അവർക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി കിട്ടിക്കൊണ്ടിരുന്നു എന്നറിഞ്ഞു. ദൈവം അയാളുടെ ജോലി അനുഗ്രഹിച്ചു, ഉയർന്ന നിലയിലാക്കി. അയാളുടെ മക്കളെ അനുഗ്രഹിച്ചു, അവർ നന്നായി പഠിച്ചു, വളരെ നല്ല റിപ്പോർട്ട്സ് കിട്ടി എന്നെല്ലാം. എനിക്കറിയാം ദൈവം നിങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹം തരും. അതിനായി നിങ്ങൾ കുടുംബസമേതം യേശുവിലേക്ക് നോക്കണം. അവനിലെല്ലാം തന്നെ അർപ്പിക്കണം. അതൊരു കൂട്ടായ്മയുണ്ടാക്കും, ആത്മീയ കൂട്ടായ്മയും. അതേസമയം നീ മാർത്തയെക്കുറിച്ച് പറഞ്ഞു. ചില മാർത്തമാർ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാറില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ വിദേശങ്ങളിലെ വീടുകളിൽ ചെല്ലുമ്പോൾ ചില മാർത്തമാർക്ക് ഒരു പ്രശ്നമില്ല, കാരണം അവരുടെ ഭർത്താക്കന്മാർ നന്നായി പാചകം ചെയ്യും. അവര് പറയും, ഹണി ഗെറ്റ് മീ എ കോഫി. അവര് പറയും, എനിക്കൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ഭർത്താവ് പാചകം ചെയ്യും. എന്നാൽ ഇന്ത്യയിൽ ചില മാർത്തമാർക്ക് പ്രശ്നമേ ഇല്ല, കാരണം അവർക്ക് സുഖിയുണ്ട്. ഓക്കേ. യേശുവിന്റെ വെളിച്ചം നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ ദൈവം സഹായിക്കും. യേശു ഈ ലോകത്തിലേക്ക് വന്നത് തന്റെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും സ്നേഹിക്കാനല്ല. അത്ര സ്നേഹത്താൽ നാം നിറയ്ക്കപ്പെടുമ്പോൾ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാമും പ്രകാശിക്കും. അപ്പോൾ ശത്രുക്കളെയും നമുക്ക് സ്നേഹിക്കാനാവും. അങ്ങനെ ഈ ലോകത്തിൽ നമുക്ക് സാക്ഷികളാകാൻ കഴിയും. ഈയടുത്ത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായ സംഭവം ഓർക്കുന്നു. ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കെറ്റി താമസിച്ചെഴുന്നേറ്റു. എനിക്കാകെ ടെൻഷനായി. ഞാൻ പറഞ്ഞു, കെറ്റി ഭക്ഷണം കഴിക്കണ്ടേ, നീ റെഡി ആവണ്ടേ, നിനക്ക് കുളിക്കേണ്ട സമയമായി. ഞാൻ അവളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. അവളും ടെൻഷനായി. അവൾ പറഞ്ഞു, മമ്മ ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കില്ല, മമ്മ ഞാൻ ഇപ്പോൾ തന്നെ സ്കൂളിൽ പോകും, ഞാനിത് ചെയ്യില്ല, ഞാൻ അത് ചെയ്യില്ല. എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു, സോറി കെറ്റി, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നറിയാം. ഉടനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അവൾ വന്ന് പറഞ്ഞു, മമ്മ ഐ ലവ് യു മമ്മ, ഐ ലവ് യു മമ്മ. അങ്ങനെയുള്ള സ്നേഹമാണ് നമുക്ക് എല്ലാവരോടും ഉണ്ടാകേണ്ടത്. യേശു മത്തായിൽ നമ്മുടെ മനസ്സ് മാറ്റേണ്ടതിനെ കുറിച്ച് പറയുന്നു. നാം കുട്ടികളെ പോലെ ആകണം, അപ്പോൾ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാവൂ. യേശുവിന്റെ സ്നേഹം നാം സ്വീകരിക്കുമ്പോൾ നാമും കുട്ടികളെ പോലെയാകും. ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാലും കാലുവാരിയാലും നാം ഉടനെ മറക്കും. ആ വേദനയിലൂടെ കടക്കുകയാണെങ്കിലും നമുക്ക് ക്രിസ്തുവിന്റെ സ്നേഹം കാണിക്കാനാവും. ശത്രുക്കളെയും നമുക്ക് സ്നേഹിക്കാനാവും. നമ്മൾ പല കുടുംബങ്ങളെയും വ്യക്തികളെയും കണ്ടിട്ടുണ്ട്. ബന്ധുക്കൾ അവരെ വഞ്ചിച്ചിട്ടുണ്ടാവും. വിശ്വസിക്കുന്ന പലരും ഉപേക്ഷിച്ചിരിക്കും. പക്ഷേ നാം ക്രിസ്തുവിന്റെ മക്കളാകുമ്പോൾ ഒന്നും നമ്മെ ശല്യപ്പെടുത്തുകയില്ല. ക്രിസ്തുവിന്റെ സ്നേഹം അവർക്ക് നാം കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ ശത്രുക്കളും മിത്രങ്ങളാകുമെന്ന് യേശു പറയുന്നു.
അതുകൊണ്ട് ഈ ക്രിസ്മസിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളോടും വളരെയധികം സ്നേഹം കാണിക്കാൻ സാധിക്കും. കുടുംബത്തോടും സുഹൃത്തുക്കളോടും മാത്രമല്ല, അപ്പോൾ ശത്രുക്കൾ പോലും നിങ്ങളുടെ മിത്രങ്ങളാകും. ഈ ലോകത്തിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളാകും. വാവ്, അത് കൊള്ളാം. സോ പ്രത്യേകിച്ച് കുടുംബത്തിൽ ബൈബിൾ പറയുന്നു നിങ്ങളുടെ കുടുംബം തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന്. പല കുടുംബങ്ങളിലും വഴക്കുകളും പ്രശ്നങ്ങളും അവരെ വേർപെടുത്തിയിട്ടുണ്ട്. കാരണം 2 ഭർത്താക്കന്മാർ വഴക്കിടും, 2 സഹോദരിമാർ, ഭർത്താക്കന്മാരുടെ ഭാര്യമാർ പരസ്പരം പൊരുതാതെ അവരുടെ ക്രിസ്മസ് തീർച്ചയായും അന്ധകാരത്തിൽ തന്നെ ആയിരിക്കും. സോ ഈ ക്രിസ്മസിൽ അന്ധകാരം അകലട്ടെ. ഓരോ കുടുംബത്തിലും സമാധാനമുണ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ശിഥിലമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, വഴക്കിട്ട് വേർപിരിഞ്ഞവരുണ്ട്. വഴക്കും ചെറിയ തെറ്റിദ്ധാരണകളുമാണ് അതിന് കാരണം. ഓരോ കുടുംബത്തിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് ഈ ക്രിസ്മസിൽ വീണ്ടും യോജിക്കാൻ ഇടയാക്കണമേ പിതാവേ. കർത്താവെ, അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് സമാധാനമുണ്ടാക്കുവാനാണ്. അതിനാൽ കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് അങ്ങയുടെ സന്തോഷം അനുഭവിക്കും. അതുപോലെ അവർ അങ്ങയുടെ സന്തോഷവും അങ്ങയുടെ സമാധാനവും അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങൾ അത് അങ്ങയിൽ നിന്നും സ്വീകരിക്കുന്നു. അവരുടെ കുടുംബത്തിലെ എല്ലാ അന്ധകാരത്തെയും ഞങ്ങൾ ബന്ധിക്കുന്നു. പിതാവെ, കുടുംബത്തിൽ യോജിപ്പുണ്ടാകട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്ക് യോജിപ്പുണ്ടാകട്ടെ. ഭാര്യ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കൾക്ക് യോജിപ്പുണ്ടാകട്ടെ. അങ്ങയുടെ രാജ്യത്തിനായി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കേ സ്റ്റെല്ല, ഇനി നിന്റെ ഊഴം. ഇന്ന് പലരും ഈ ക്രിസ്മസ് കാലത്തും ദൈവത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കും. അവർ പറയും, ഞാൻ പലതവണ പാപം ചെയ്തു, ദൈവം എന്നോട് ക്ഷമിച്ചേക്കുമോ? അവർക്ക് മാറണമെന്നുണ്ട്, പക്ഷേ പാപം അവരെ വിടുന്നില്ല. അവർ വീണ്ടും മദ്യത്തിലേക്ക് പോകും, അഥവാ വീണ്ടും കുടുംബത്തിൽ വഴക്കുണ്ടാക്കും. ആ ദുശീലം അവരെ വിട്ടുപോകാതെ പീഡിപ്പിക്കുന്നുണ്ടാവും. അത് കാരണം അവരുടെ പ്രത്യാശകളും അവരുടെ സന്തോഷവും നഷ്ടമാവും. കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാവും, തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നും പുറത്തു വരാൻ അവർക്കാവുന്നില്ല. യേശു ക്രിസ്മസിൽ ഈ ലോകത്തിലേക്ക് വന്നത് കരുണ കാണിക്കാനാണ്. പാപം ചെയ്യുന്നവരെ നശിപ്പിക്കാനല്ല വന്നത്, അഥവാ അവരെ നരകത്തിലാക്കാനോ കണക്ക് തീർക്കാനോ അല്ല, കരുണ കാണിക്കാനാണ്. പാപത്തിന്റെ ഭാരം ചുമക്കുന്ന എല്ലാവരോടും. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു വേശ്യയെ എല്ലാവരും കല്ലെറിയാൻ വന്നു. അവിടേക്ക് യേശു വന്നു. അവളെ പാപിയായി മുദ്രകുത്തിയ ജനങ്ങളുടെ നേരെ നോക്കി യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യത്തെ കല്ലെറിയുവിനെന്ന്. അപ്പോൾ എല്ലാവരും കല്ലുകൾ താഴെയിട്ട് അവിടെ നിന്നും പോയി. യേശു അരികിൽ ചെന്നു പറഞ്ഞു, പോകൂ, ഇനി നീ പാപം ചെയ്യരുതെന്ന്. അവൾ പാപത്തിന് ബന്ധിതയായില്ല, നാശത്തിനും അവൾ ബന്ധിതയായില്ല. പക്ഷെ യേശു അവൾക്കൊരു പുതിയ ജീവിതം നൽകി. ഈ ക്രിസ്മസിന്റെ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും അത് നൽകാനാണ് യേശു വന്നത്. നമ്മെ ഉയർത്തുവാനായി, കരുണ കാണിക്കാൻ, പാപത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് ഒരു പുതിയ ജീവിതം തരാനായി. സമുദായത്തിൽ ദുഷ്പേര് നേടിയ കുടുംബങ്ങൾക്കും, അഥവാ നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മുദ്രകുത്തിയവർക്കും, നീ പാപിയാണ്, സമുദായത്തിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ളവർക്കും ദൈവം അതാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. ദൈവം കരുണ കാണിച്ച് നമുക്ക് പുതിയ ജീവിതം നൽകാനായി വന്നു. വാവ്, ഗ്രേറ്റ്. പുതിയ ജീവിതം, കരുണ. വെൽക്കം. നിന്നെ കണ്ടതിൽ സന്തോഷിക്കുന്നു. ചിരിക്കൊടുക്കേ. കേറ്റി വരുമ്പോ ഞങ്ങൾക്ക് പുതിയ സന്തോഷം ഉണ്ടാകും. പുതിയ ജീവിതം, പുതിയ സന്തോഷം. ഇവളാണ് കുട്ടി സാന്റ. നിന്റെ സമ്മാന സഞ്ചിയൊക്കെ എവിടെ? ഓക്കെ ഡാനി. ഇക്കാലത്ത് അനേകം ജനങ്ങൾ സമാധാനമില്ലാത്തവരായി കാണപ്പെടുന്നു. കുടുംബജീവിതത്തിലും കുട്ടികളുടെ കാര്യത്തിലും ജോലി സ്ഥലത്തും. അവർ ജോലി ചെയ്യും, ധാരാളം പണവും കിട്ടും, എന്നാലും അവർക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല അവരുടെ കുടുംബജീവിതത്തിൽ. എനിക്കൊരു കഥ ഓർമ്മ വരുന്നു. ഒരു പയ്യൻ ഒരു ഡോക്ടറെ കാണാൻ ചെന്നു. അവൻ ആ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വല്ലാത്ത സമ്മർദ്ദമുണ്ട്, എൻ്റെ കുടുംബജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള സമാധാനവും ഇല്ല.
എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു മെഡിക്കൽ ചെക്കപ്പ് വേണം. അപ്പോൾ ഡോക്ടർ അവന് അപ്പോയിൻമെന്റ് കൊടുത്തു. അവൻ്റെ ബോഡി മുഴുവൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നിനക്ക് യാതൊരു കുഴപ്പമില്ല, നീ ഫിറ്റാണ്, നിന്റെ ബോഡി നല്ല കണ്ടീഷനിലാണ്, പിന്നെന്തിനാണ് ടെസ്റ്റ് ചെയ്തത്, നിനക്ക് എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനോട് സംസാരിച്ച ശേഷം ഡോക്ടർ ആ പയ്യനൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുത്തു. എന്നിട്ട് ഡോക്ടർ അവന് ഒരു ടിക്കറ്റും കൊടുത്തു. ശനിയാഴ്ച നടക്കുന്ന ഒരു സർക്കസിനുള്ള ടിക്കറ്റായിരുന്നു അത്. എന്നിട്ട് അവനോട് പറഞ്ഞു, അതിലൊരു കോമാളി ഉണ്ടാകും, അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് പോയി കണ്ടിട്ട് നന്നായി സമയം ചെലവാക്ക്. എന്നിട്ട് സർക്കസിലെ കാര്യങ്ങളെക്കുറിച്ച് കുറഞ്ഞത് 5 മിനിറ്റോളം അദ്ദേഹം വിവരിച്ചു. ആ പയ്യൻ എല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. ആ പയ്യൻ ഒരക്ഷരം പോലും ഇടയ്ക്ക് മിണ്ടിയില്ല. ഒടുവിൽ അവൻ ഡോക്ടറോട് പറഞ്ഞു, അതെ ഡോക്ടർ, ആ ക്ലൗൺ ഞാൻ തന്നെയാണ്, ഞാനാണ് ആ കോമാളി, ഞാനാണ് എല്ലാ ആൾക്കാരെയും ചിരിപ്പിക്കുകയും എല്ലാ കോമാളിത്തരവും കാണിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ കോമാളിയുടെ വേഷം ഇടുന്ന സമയത്ത് ഞാൻ മറ്റൊരാളായി മാറുകയാണ്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ യാതൊരു സമാധാനവുമില്ല. അതാണ് സത്യം. എനിക്കറിയാം, എന്നെ കാണുമ്പോൾ ആൾക്കാർ ആർത്ത് ചിരിക്കും. അവർ ആ സമയത്ത് വേറൊരു സ്ഥിതിയിലേക്കാവും. എനിക്കതറിയാം. പക്ഷെ ഞാൻ മുറിയിൽ തിരിച്ചെത്തുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഏകാന്തത തോന്നും. അവിടെ എന്നെ സന്തോഷിപ്പിക്കാൻ ആരും തന്നെ ഇല്ല, അതുപോലെ എന്നെ ആശ്വസിപ്പിക്കാനും. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന പല ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൽ സമാധാനമില്ലായ്മയുണ്ട്. ആ സർക്കസിലെ കോമാളി അണിഞ്ഞ പോലെ മുഖംമൂടി നിങ്ങളും ധരിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ഹൃദയത്തിലെ സമാധാനമില്ലായ്മ പുറത്ത് കാണിക്കാതിരിക്കാനാണത്. പക്ഷെ നിങ്ങൾ പുറമെ സന്തോഷം കാണിക്കുന്നുണ്ടാവും, കുടുംബത്തിലും കുട്ടികളോടുമൊക്കെ. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ദൈവവാക്ക് അനുസരിക്കുക, അവനിൽ പൂർണ്ണമായും ആശ്രയിക്കുക. അവൻ നമ്മുടെ സമാധാന പ്രഭുവാണ്. ആ സമാധാനം നിങ്ങൾക്ക് തീർച്ചയായും അവനിൽ നിന്ന് ലഭിക്കും. ബൈബിളിൽ പറയുന്നു, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ആ സമാധാനം നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും. സോ ദൈവം സ്വർഗീയ സമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം ഉണ്ടാവും. പിതാവേ, ഏകരായിരിക്കുന്ന ഏവരും അവർ ഹൃദയം തുറക്കുമ്പോൾ അങ്ങ് അവരെ സന്ദർശിക്കണമേ, അവരിൽ പ്രവേശിക്കണമേ. സമാധാന പ്രഭുവായ യേശു നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കട്ടെ, സമാധാനത്തിന്റെ ഉറവിടമായി മാറട്ടെ. എല്ലാം അറിയുന്ന ദൈവത്തിന്റെ സമാധാനം യേശുവിന്റെ നാമത്തിൽ, ആമേൻ. ഇനി ഇവാഞ്ചലിന്റെ പ്രത്യേക സന്ദേശം. പ്രിയ സുഹൃത്തുക്കളെ, ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് സമൃദ്ധിയായ സന്തോഷം ഉണ്ടാവട്ടെ. അതാണ് യേശു യോഹന്നാൻ 15:11 പറയുന്നത്. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി നിറഞ്ഞു കവിയുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നു. പൂർണ്ണമായി നിറഞ്ഞു കവിയുവോളം ഇതാണ് നമുക്ക് യേശു നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായ സമൃദ്ധിയായ സന്തോഷം നിറയണം എന്ന്. കാരണം യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സമ്പൂർണമായ സന്തോഷം ഉണ്ടായിരുന്നു. അതേ സന്തോഷം ശിഷ്യന്മാർക്കും നൽകുവാൻ യേശു ആഗ്രഹിച്ചു. അതുകൊണ്ട് യേശുവിൻ്റെ സന്തോഷം ഈ ക്രിസ്മസിൽ നിങ്ങൾക്കും ഉണ്ടാകട്ടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ, ഈ സന്തോഷം എൻ്റെ കുടുംബത്തിൽ ഇല്ല എന്ന്. പണ്ട് എൻ്റെ കുടുംബത്തിൽ ധാരാളം സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സന്തോഷം എനിക്കില്ലാതായിരിക്കുന്നു. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ യേശുവിനെ ധരിച്ചാൽ അവൻ നിങ്ങൾക്ക് സമൃദ്ധിയായി തരും. അതും സമൃദ്ധിയായി, പരിപൂർണമായി. ഡാഡി മരിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിനായി കൊതിച്ചു. 2008 വർഷം ഒരിക്കൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു സ്വപ്നം കണ്ടു, അതിൽ നിങ്ങൾ യേശു നടുവിൽ നിൽക്കുന്നതായിട്ടും ഞങ്ങൾ എല്ലാവരും ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്നു, കുട്ടികളെ പോലെ ഒരു മെറി ഗോ റൗണ്ടിൽ എന്നതുപോലെ യേശുവിനെ വലം വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, യേശു നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം പൂർണ്ണമായി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അതായിരുന്നു നിങ്ങളുടെ സ്വപ്നം എന്ന് ഞാൻ മനസ്സിൽ കരുതി. ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവം ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. അങ്ങനെ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്താൽ നിറയും.
ബൈബിളിൽ യോഹന്നാൻ 3:29 ഇങ്ങനെ പറയുന്നു, ഞാൻ മണവാളന്റെ സ്വരം കേട്ട് സന്തോഷിക്കുന്നു, ആ സന്തോഷം എനിക്ക് പൂർത്തിയായിരിക്കുന്നു എന്ന്. ആ സന്തോഷമാണ് ദൈവം നമുക്ക് തരുന്നത്. അന്നു മുതൽ ദൈവം ഞങ്ങളോട് വളരെ അടുത്തിരിക്കുന്നതായി അനുഭവപ്പെട്ടു. ദൈവം ഞങ്ങൾക്ക് ദർശനം നൽകും, അതുപോലെ പ്രത്യക്ഷനാകും, വെളിപ്പാട് നൽകും. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വാഗ്ദത്ത വചനങ്ങൾ തരും. അത് ഞങ്ങൾ തമ്മിൽ തമ്മിൽ പങ്കിടും. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രവചന വരത്തോടെ പ്രാർത്ഥിക്കും. ആ സമയം മുതൽ ദൈവം ഞങ്ങൾക്ക് വളരെ സമീപസ്ഥനാണ് എന്ന് തോന്നും. അതേ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ. ഈ ലോകത്തിൽ നമുക്ക് ആ സന്തോഷം ഉണ്ടാവില്ല. കുടുംബത്തിനും കൂട്ടുകാർക്കും സ്നേഹിക്കാനാകും, പക്ഷേ അത് സമുദ്രത്തിൽ ഒരു തുള്ളി പോലെയായിരിക്കും. പക്ഷേ യേശുവിൽ നമുക്ക് സമുദ്രം പോലെ സന്തോഷമുണ്ടാവും, ഒരു കടൽ പോലെ. യേശുവിന് അത്രത്തോളം സന്തോഷമുണ്ട്. ദിവസവും ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പറയും, അങ്ങയുടെ സന്തോഷം എനിക്ക് തരണമേ, എനിക്കത് മാത്രം മതി ശക്തി ലഭിക്കാൻ. ദൈവം നിങ്ങളിലും ഈ ക്രിസ്മസിന് അതേ സന്തോഷം നിറയ്ക്കട്ടെ. ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് ശാശ്വതമായ സന്തോഷമുണ്ടാവും, ശാശ്വത സന്തോഷം. ആ സന്തോഷം ഈ ലോകത്തും സ്വർലോകത്തും ഉണ്ടാവും. അത്രയും സന്തോഷം ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം യേശുവിനെ പോലെ നിങ്ങൾക്കും പരിപൂർണ സന്തോഷം നൽകാൻ ആഗ്രഹിക്കുന്നു. സന്തോഷകരമായ ക്രിസ്മസ് ആശംസിക്കുന്നു. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നീ പറഞ്ഞ ശരിയാണ്. ഡാഡി മരിച്ചപ്പോ ഡാഡി നയിച്ച കോടാനുകോടി ജനങ്ങളെ എങ്ങനെ നയിക്കാനാകുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം സമീപസ്ഥനായി ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളെ സന്തോഷം കൊണ്ട് നിറച്ചു. പരിപൂർണമായ സന്തോഷം ഞങ്ങൾക്കുണ്ടായി. സോ യേശു ഞങ്ങളെ സാന്നിധ്യം കൊണ്ട് മാത്രം സന്തോഷിപ്പിക്കുകയല്ല, അത് ഞങ്ങളുടെ കുടുംബത്തിലും ചേർത്തു. പിന്നീട് മിസസ് ശില്പ വന്നു, എപ്പോഴും ചിരിയും നിറഞ്ഞ സന്തോഷവും ഉള്ളവളായി. അവൾക്കൊരു വിഷമവുമില്ല. അവൾ വിഷമങ്ങളെ ചിരിയോടെ നേരിടും. പിന്നെ കേറ്റി വന്നു, സന്തോഷം ഇരട്ടിയായി. പിന്നെ ഡാനി വന്നു, സന്തോഷം തുള്ളിക്കളിച്ചു, ഇരട്ടി സന്തോഷം. ഇനിയും സന്തോഷമുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സുഹൃത്തുക്കളെ, ഈ വർഷം നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടായിരിക്കും, വേദനകൾ ഉണ്ടായിരിക്കും, ആരെയെങ്കിലും നഷ്ടപ്പെട്ടിരിക്കും, ജോലി നഷ്ടപ്പെട്ടിരിക്കും, ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കും. പക്ഷേ യേശു നിങ്ങൾക്കായുണ്ട്. അസാധ്യമായതെല്ലാം യേശു നിങ്ങൾക്ക് സാധ്യമാക്കി തരും. ഒരടയാളത്തിനായി അപേക്ഷിക്കൂ. പറയൂ, കർത്താവേ, അങ്ങ് എനിക്കായിട്ടാണ് ജനിച്ചത് എന്നതിനുള്ള അടയാളം കാണിക്കണേ. അങ്ങ് ഈ ലോകത്തിൽ ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. യേശു നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾക്ക് സന്തോഷവും നഷ്ടപ്പെട്ട എല്ലാം തരാനുമായി. ഈ ക്രിസ്മസിൽ നിങ്ങൾക്കെല്ലാം തിരിച്ചു കിട്ടും. ഓരോരുത്തരെയും കിട്ടും, ഉറപ്പായും തിരിച്ചു കിട്ടും. ഞങ്ങളെപ്പോലെ നിങ്ങളുടെ കുടുംബങ്ങളെ കെട്ടിപ്പടുക്കും. ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കോടാനുകോടി ജനങ്ങൾക്കുള്ളതുപോലെ ജീസസ് കോൾസ് മിനിസ്ട്രിയിൽ സീഷയിലൂടെ അനേകായിരം ജനങ്ങളെ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നു. പാവപ്പെട്ടവരെയും അനേകായിരം യുവജനങ്ങൾക്കും വിദ്യാഭ്യാസം നൽകി ലോകത്തിലേക്ക് ഇറക്കാൻ സഹായിച്ചു. അവരെ ലോകത്തിലേക്ക് ഇറക്കി. അത്ഭുതം, സന്തോഷം, സന്തോഷം, സന്തോഷം. കേറ്റി, ദൈവം നമുക്ക് സന്തോഷം, സന്തോഷം, സന്തോഷം തന്നു. നീ പറ, സന്തോഷം, സന്തോഷം, സന്തോഷം. ഹേയ്, സന്തോഷം, സന്തോഷം, സന്തോഷം. ഒന്നല്ല, രണ്ടല്ല, 3 സന്തോഷം, സമൃദ്ധമായ സന്തോഷം. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങൾക്കും സന്തോഷം തരട്ടെ. ദൈവത്തിന്റെ സകല സന്തോഷവും നിങ്ങൾക്കുണ്ടാവട്ടെ. യേശു നിങ്ങൾക്കായി പിറന്നിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും Very Merry Christmas.